കാലം കഴിഞ്ഞ് നമ്മൾ കടന്നു പോകുമ്പോൾ എത്ര പേരുടെ കണ്ണുകൾ നനയുന്നുവെന്നതും വീഴാൻ തുടങ്ങുമ്പോൾ എത്ര പേർ താങ്ങായി ഉണ്ടാവുമെന്നതും. ജീവിതത്തിൽ വിജയമാണോ സമാധാനമാണോ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഒരു പരിധിവരെ നാമെല്ലാം കൂടുതലായി ആഗ്രഹിക്കുന്നത് ജീവിത വിജയം തന്നെയാണ്. ജീവിത വിജയം നേടിയ ഒരുപാട് പേരെ നമുക്കറിയാം. ജീവിത വിജയം എന്താണെന്ന് പറയാൻ പലരും ശ്രമിക്കാറുമുണ്ട്. എല്ലാവർക്കും തൃപ്തികരമായ ഒരു ഉത്തരം തരാൻ ആർക്കും സാധിക്കാറില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിനാവശ്യം കൂടുതൽ വിജയിച്ച ആളുകളെയല്ല, സമാധാനത്തിനായി കൂടുതൽ ശ്രമിക്കുന്നവരെയാണ്. ഈ ലോകത്ത് നാം എല്ലാവരും ജനിച്ചത് സന്തോഷിക്കുവാനും സന്തോഷം പകരുവാനും വേണ്ടിയാണ്. വെറുപ്പും വിദ്വേഷവും യുദ്ധവുമൊക്കെ മനുഷ്യന്റെ ബുദ്ധിശൂന്യതയാണെന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു കാലം ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം ബാക്കി പത്രം നാശമാണ്. ഞങ്ങൾ എന്നതിനേക്കാൾ ഞാൻ എന്ന ആധിപത്യഭാവമാണ് നമ്മളിൽ പലർക്കുമുള്ളത്. എല്ലാവരേക്കാളും മുന്തിയവൻ എന്ന തോന്നൽ പലവിധ കലഹങ്ങൾക്കും കാരണമാകുന്നു. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ അയൽക്കാർ, എൻ്റെ രാജ്യം, മതം, ജാതി, രാഷ്ട്രീയം, തൊഴിൽ എന്നിവിടങ്ങളിലെല്ലാം നമ്മൾ സ്വാർത്ഥരാണ്. അങ്ങനെ പരിമിതമാക്കിയ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്കിഷ്ടമില്ലാത്ത എന്തിനോടും നമുക്ക് വെറുപ്പും പകയും തോന്നുക തന്നെ ചെയ്യും. നമ്മിൽ പലർക്കും നമ്മുടെ വീട്ടിലെ തന്നെ പലരുടെയും സ്വഭാവം ഇഷ്ടപ്പെടാറില്ല. ചില വീടുകളിൽ എന്നും അസ്വസ്ഥമായ അന്തരീക്ഷമാണ് കാണപ്പെടുക. പിന്നെങ്ങനെ നാം മറ്റുള്ളവരെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യും? ഏത് വഴക്കിലും നീതിയോ ന്യായമോ നോക്കാതെ പക്ഷം ചേരാൻ ആൾക്കാരുണ്ടാവും. അവിടെ നമ്മൾ നമ്മുടെ ഇഷ്ടമാണ് പ്രകടിപ്പിക്കുന്നത്. ഇഷ്ടത്തിനും അനിഷ്ടത്തിനും നീതിക്കും ന്യായത്തിനും ഇപ്പുറം സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ളിലെ യുദ്ധത്തെ ജയിച്ചാൽ നാം മനുഷ്യത്വമുള്ള മനുഷ്യനായി മാറും. കാലുഷ്യത്തിനെയും വേർതിരിവിനെയും മറികടക്കുക, സ്വാർത്ഥത ഉപേക്ഷിക്കുക. നീ വേദനിക്കുമ്പോൾ ഞാനും വേദനിക്കുന്നു എന്ന തിരിച്ചറിവ് എല്ലാ യുദ്ധങ്ങളെയും അതിജീവിക്കും. ഒരാൾ വേദനിക്കുമ്പോൾ അവരിലേക്ക് സമാധാനത്തിന്റെ വാക്കുകളോ കരുതലോ ചൊരിയാം. എരുതിയിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കുന്ന മനുഷ്യസഹജമായ പ്രവണത നമുക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ സമാധാനത്തിന്റെ കിരണങ്ങൾ എല്ലാവരിലും എല്ലായിടത്തും പ്രകാശിക്കുകയും ചെയ്യും. കാലം കഴിഞ്ഞ് നമ്മൾ കടന്നു പോകുമ്പോൾ എത്ര പേരുടെ കണ്ണുകൾ നനയുന്നുവെന്നതും വീഴാൻ തുടങ്ങുമ്പോൾ എത്ര പേർ താങ്ങായി ഉണ്ടാവുമെന്നതും ജീവിത വിജയത്തിന്റെ അടയാളങ്ങളാണ്. വെറുപ്പിന്റെ ലോകത്തെ ഹീൽ ചെയ്യാൻ നമുക്കും മനുഷ്യത്വമുള്ള മനുഷ്യരാകാം. പ്രശസ്തർ പറയും പോലെ ചരിത്രത്തെ മറന്ന് ഒരു രാജ്യത്തിനും പുരോഗതി ഉണ്ടാവില്ല. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ.